ഹായ് ഓൾ. സോ ഇന്ന് നമ്മൾ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് ടൂറിന് പോവാണ്. അതായത് ഡെസേർട്ട് സഫാരിക്കാണ് നമ്മൾ പോകുന്നത്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഡെസേർട്ട് സഫാരിക്ക് പോകാൻ വേണ്ടി. കാരണം നമ്മൾ ഈ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ മണലിൽ കൂടെ ഇങ്ങനെ പിടഞ്ഞൊക്കെ കാറിൽ കൂടെ പോകുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മണ്ണൊക്കെ തെറിപ്പിച്ച് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അറൗണ്ട് ഒരു 3:30 ആയപ്പോഴത്തേന് നമുക്ക് പിക്കപ്പിന് ആൾ വന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, കറക്റ്റ് 3:30 എന്ന് പറഞ്ഞാൽ 3:28 ആകുമ്പോഴേക്കും ഇവിടെ ആള് ഹോട്ടലിന് താഴെ വരും. ഡെസേർട്ട് സഫാരിക്ക് പോകാൻ വേണ്ടിയിട്ട് ടയറിലൊക്കെ കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് റയനാട്ടോ. നമ്മളും റയന ടൂറിസിൻ്റെ ഇതിലാണ് വരുന്നത്. സോ ആക്ച്വലി ഫ്ലൈ ദുബായിക്ക് ഹോളിഡേ പാക്കേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അണ്ടറിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് പാക്കേജ് പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഡെസേർട്ട് സഫാരിക്ക് പോകാൻ പോവാണ്. ആദ്യമായിട്ടാണ് പോകുന്നത്. എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം. അമ്മേ ആക്ച്വലി നമുക്ക് ആത്മാവ് ഉള്ളിൽ നിന്ന് പറന്നു പോകുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചാടുമ്പോൾ. അമ്മേ പിന്നെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ഇമോഷൻസ് കൺട്രോൾ ചെയ്തിരിക്കുന്നുണ്ട്. ബാക്കിൽ വേറെ ആൾക്കാരുണ്ട്. ഇവരാണെങ്കിൽ പയ്യോടിക്കാൻ വേണ്ടി ഒച്ചപ്പാടും ബഹളവും. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും ഫീൽ ആവുന്നതെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇതിനകത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കുടുക്കൊക്കെ ഉണ്ട്. എന്താ നമ്മൾ ഈ വണ്ടർലയിലൊക്കെ പോയിട്ട് റൈഡ്സിലൊക്കെ കയറുന്നുള്ളൊരു വൈബാണ്. നമ്മള് മറ്റേ വണ്ടി ഇച്ചിരി ചരലിലോടുമ്പോഴേക്ക് വീഴാൻ പോണ സെറ്റപ്പ് ആദ്യം അതുപോലെ കാണണം ശരിക്കും അല്ലേ. നമ്മള് പോണത് നമ്മൾ കാണുന്നില്ല. ആക്ച്വലി നമ്മളിപ്പോൾ ഡയറക്റ്റ് ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രെയിറ്റ് റോഡാണിത്. പക്ഷെ പുള്ളിക്കാരൻ കുറച്ച് ഫണ്ണായിക്കോട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ ശരിക്കും പരിപാടി തുടങ്ങിയിട്ടില്ല. ട്യൂൺ ബേസിൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറമായിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഭയങ്കര ചൂട്. ഞാൻ സൺഗ്ലാസ് എടുക്കാൻ മറന്നു. എന്തിനാണോ കൊണ്ടുവന്നത്? ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു 50 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് ഇവിടെയൊക്കെ നടന്ന് കാണാം. ലൈക്ക് ഇത് ഇച്ചിരി പർച്ചേസിങ് സാധനം പോലെയാണ്, ഒരു ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്ഥലം പോലെ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ പാക്കേജിൽ ക്യാമൽ റൈഡിങ് ഉണ്ട്. അപ്പോൾ അതും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവരുടെ അറബിക് ഇങ്ങനെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് ഇടാം. ഈ വണ്ടി നമുക്ക് ഇതിൻ്റെ സർക്കിളിലിട്ട് ഓടിക്കാം. അതിന് 150 AED ആണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ അപ്പുറത്ത് വേറെ കുറച്ചുകൂടി വലിയ വണ്ടിയുണ്ട്. അത് ആക്ച്വലി വിത്ത് ഗൈഡായിട്ട് നമുക്ക് സർക്കിളിൻ്റെ പുറത്ത് പോയിട്ട് വിത്ത് ഗൈഡായിട്ട് ഓടിക്കാൻ പറ്റും. സോ അതിന് പെർ പാക്സ് 500 AED ആണ് ചാർജ് ചെയ്യുന്നത്. സോ നമ്മൾ ക്യാമലിൻ്റെ പുറത്തേറി പോകാൻ പോവുകയാണ്. വെയിലാട്ടോ, നല്ല വെയിലാണ്. സൺഗ്ലാസ് എടുത്തില്ല, തപ്പ് പണിയിട്ട് ഞാൻ. അയ്യോ, ഇത് ഞാൻ വിചാരിച്ച പോലെ അല്ലാട്ടോ. ഇത് കുണിങ്ങി നടക്കുന്നു. ഒട്ടത്തിന്റെ പുറത്താണ്. വീഴുമെന്ന് എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ടാണ് കൈയെടുക്കുന്നില്ല കേട്ടോ. അമ്മേ ണ്ടല്ലോ. ഇവനെ ഇറങ്ങിയപ്പോഴത്തേനും ഒച്ചയൊക്കെ എടുത്തു. ഞങ്ങൾ പേടിച്ച് ചത്ത്. അയ്യോ, ഇപ്പം ആക്ച്വലി ഇവരെ ഇരുത്തി വെക്കുവാണ്.
ബാ ബാ ചെയറും കൊണ്ട് ബാ ഇറക്കിത്താ. ഇതിവിടുത്തെ വാഷ്റൂമാണ് ആക്ച്വലി. വാഷ്റൂമൊക്കെ എന്ത് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത്, നല്ല ക്ലീനുമാണ്. അപ്പോൾ നമ്മളങ്ങനെ ക്യാമറ റൈഡൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തലകുത്തി മറയാനുള്ള സമയമാണ്. അവിടെ ഒരു വണ്ടി ചെറുതായിട്ട് സ്റ്റക്കായിട്ടോ. അപ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ള വണ്ടിക്കാർ ചെന്നിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുവാണ്. ആയിരിക്കും. ഇവരെല്ലാവരും ആക്ച്വലി വെയിറ്റ് ചെയ്തിട്ട് ഗ്യാദർ ചെയ്ത് ഒരുമിച്ചാണ് റൈനയുടെ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മേ ബി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് പുറത്തുനിന്ന് കാണുമ്പോഴായിട്ട് കുറച്ചുകൂടി വണ്ടി പോകുന്നത് കാണുമ്പോൾ രസം. പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ നമ്മളിതാ ഇതുപോലെ നടുക്ക് മരുഭൂമിയുടെ നടുക്ക് വന്നിട്ട് ഇങ്ങനെ നിർത്തി തന്നു നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട്. ആൻഡ് സൺസെറ്റ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഒരു ക്യാമ്പിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മൾ ഡിന്നർ ആൻഡ് ബെല്ലി ഡാൻസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ കൊച്ചു കൊച്ചു സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു. സോ നമ്മൾ ഇവിടെയാണ്, റൈന ഡെസേർട്ട് ക്യാമ്പ്. നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് പോലെ ഇവിടെ ഗവ ആൻഡ് ഡേറ്റ്സ് വെച്ചിട്ടുണ്ട്. താങ്ക് യു. സംഭവം കുടിച്ചു. ആക്ച്വലി എനിക്കിങ്ങനെ മധുരം അതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഇത് ഇച്ചിരി ലൈറ്റാണ്. എന്താ അതിൻ്റെ പേര്? ഗവ. യാ. ഇത് ഇച്ചിരി ഡാർക്കായിട്ടാണ് യൂഷ്വലി ഉണ്ടാവാറ്. പക്ഷേ ഇത് ഇച്ചിരി ലൈറ്റ് ആയതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല. ഈന്തപ്പഴം വെച്ചിട്ട് നമുക്ക് കഴിക്കാം. നല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മളിവിടെ ഒരു നമ്മൾക്ക് റിസർവ് ചെയ്തിരിക്കുന്ന ടേബിളിൽ വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. പിന്നെ നമുക്ക് അപ്പോഴത്തെ ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഓപ്പൺ ആവും 7:30 ആകുമ്പോഴേക്കും. സോ നമുക്ക് ഇവിടെ ഇരുന്നൊക്കെ കണ്ട് എൻജോയ് ചെയ്യാം. ഇവിടെയും കുറച്ച് കുട്ടി കുട്ടി ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇവരുടെ തനതായിട്ടുള്ള ഡ്രസ്സുകളും ഒക്കെ ട്രൈ ചെയ്ത് അതിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാം. നമ്മുടെ സ്വന്തം ഫോട്ടോയിൽ എടുക്കുകയാണെങ്കിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവർ ഫോട്ടോ എടുത്ത് തരുമ്പോൾ അതിന് പേയ്മെൻറ്റ് ഉണ്ട്. അതുപോലെ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങുന്ന ഡ്രസ്സസ് ഉണ്ട് കേട്ടോ. അതായത് ഇങ്ങനത്തെ പർദ്ദയൊക്കെ കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള വേറെ അറബിക് ഡ്രസ്സസിനൊക്കെ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പം ഞങ്ങൾ ജസ്റ്റ് പേയ്മെൻറ്റ് ഒന്നും ഇല്ലാത്ത സാധനമാണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തേ. പ്രോഗ്രാംസ് നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇതുപോലെ ഫുഡ് കൗണ്ടേഴ്സ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. സോ നമുക്ക് വന്നിട്ട് ഫുഡെല്ലാം ട്രൈ ചെയ്യാം. അറബിക് ഡിഷസ് ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. പക്ഷേ നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള കുറച്ച് റൈസ് കാര്യങ്ങൾ, അതായത് എന്താ പറയുക, ബിരിയാണി റൈസ് പോലത്തെ റൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
ആണോ? ഫുഡിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കഴിച്ച് ശീലമില്ലാത്ത ഫുഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് കഴിക്കാൻ പറ്റിയില്ല. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തെങ്കിലും കഴിച്ചുള്ളൂ ട്ടോ. ബെല്ലി ഡാൻസോ ഫയർ ഡാൻസോ ആയിരുന്നു കേട്ടോ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര രസമായിരുന്നു ബെല്ലി ഡാൻസ് കാണാനായിട്ട്. അപ്പോൾ ഡെസേർട്ട് സഫാരിയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.